സംസ്ഥാനത്ത് അതായത് രാജ്യത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്നത് ഇപ്പോൾ നീറ്റ് പ്രതിസന്ധിയാണ് എന്ന തരത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ആർ രാകേഷ്. എങ്കിൽ ഇനി സംസ്ഥാനത്തേക്ക് വരുമ്പോൾ സംസ്ഥാനത്തും അത്തരം ചില പ്രതിസന്ധികളുണ്ട്. അത് +2 പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ്. ആ പ്രതിസന്ധി നിലനിൽക്കെ തന്നെയാണ് സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ +1 ക്ലാസുകൾ ഇന്ന് ആരംഭിക്കുന്നത്. 3,22,147 കുട്ടികൾ ആണ് +1ലേക്ക് പ്രവേശനം നേടിയിട്ടുള്ളത്. മുഖ്യ അലോട്ട്മെന്റ് വെള്ളിയാഴ്ച പൂർത്തിയായിരുന്നു. മെറിറ്റിൽ ഇനി ശേഷിക്കുന്നത് 41,222 സീറ്റുകളാണ്. ഇവ ഉൾപ്പെടുത്തി സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തുകയും ചെയ്യും. +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ തുടരുന്നുണ്ട്. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ആയിരുന്നു അതിന് നേതൃത്വം നൽകിയത്. എങ്കിൽ ഇപ്പോഴിതാ SFIയും പ്രതിഷേധവുമായി രംഗത്ത് എത്തുകയാണ്. ഇന്ന് മലപ്പുറത്താണ് SFIയുടെ പ്രതിഷേധം ഉള്ളത്. രാവിലെ 10:30 കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടക്കും. മലപ്പുറത്ത് +1ന് സീറ്റ് ക്ഷാമം ഇല്ല എന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് SFIയുടെ ഈ മാർച്ച് എന്നത് എടുത്തു പറയേണ്ടതാണ്. ഈ ആവശ്യത്തിൽ MSFന്റെ പ്രതിഷേധവും തുടരുന്നുണ്ട്. അതേസമയം വിദ്യാർത്ഥി സംഘടനകളുമായി മന്ത്രി നടത്തുന്ന ചർച്ച നാളെയാണ്. CB അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഒരു ഭാഗത്ത് മന്ത്രി പറയുന്നു സീറ്റ് ക്ഷാമം ഇല്ല എന്ന്, അതേസമയം തന്നെയാണ് ഭരണാനുകൂല വിദ്യാർത്ഥി സംഘടനയായ SFI പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. ഇവ തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലല്ലോ അനുമോദ്? അഭിലാഷ്, മലപ്പുറത്തെ +1 പ്രതിസന്ധി നമുക്കറിയാം മറ്റ് ജില്ലകളെക്കാൾ രൂക്ഷമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ MSFും KSUവും ഫ്രട്ടർണിറ്റിയും ഒക്കെ നിരന്തര സമരത്തിലാണ്. ഇവരുടെ ഈ ഒരു പ്രതിഷേധം അത് ഒരു പരമ്പരയായി മാറുന്ന സാഹചര്യമാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ SFI കൂടി ഈ വിഷയത്തിൽ രംഗത്തിറങ്ങുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു പറഞ്ഞത് ഈ ഒരു പ്രതിസന്ധി MSFും KSUവും പറയുന്ന അത്ര ഇല്ലെങ്കിൽ പോലും പ്രതിസന്ധിയുണ്ട്, അത് പരിഹരിക്കാൻ മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. പക്ഷേ വേണ്ടത്ര രീതിയിൽ ഒരു പരിഗണനയോടെ നയം എടുത്തില്ലെങ്കിൽ സമരത്തിനിറങ്ങും എന്നൊരു കാര്യമായിരുന്നു SFI അന്ന് പറഞ്ഞിരുന്നത്. അതേ നയത്തിലാണ് SFI ഇപ്പോഴും ഉള്ളത്. അതായത് ഈ തരത്തിൽ ഈ +1 സീറ്റ് ക്ഷാമത്തിൽ സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് മാറ്റിയില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾക്കാവും സാഹചര്യം ഒരുങ്ങുക. നിലവിൽ നിയമസഭയിൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കണക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഒരു പരസ്യ നിലപാട് കൂടിയാണ് SFI സ്വീകരിച്ചിരിക്കുന്നത്. മലപ്പുറത്ത് സീറ്റ് ക്ഷാമമില്ല എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് തിരുത്തണമെന്ന ആവശ്യത്തിൽ MSFനും KSUവിനും ഒപ്പം തന്നെ SFIയും പങ്കുചേരുന്നു എന്നതാണ് ഈ ഒരു പ്രതിഷേധത്തിന്റെ സൂചന. അതായത് ഈ വിദ്യാഭ്യാസ മന്ത്രി നൽകുന്ന കണക്കും SFI അംഗീകരിക്കുന്നില്ല എന്നത് വ്യക്തമായി പറയുന്ന നടപടി. എന്നാണെങ്കിലും ഇന്ന് മലപ്പുറത്ത് പ്രതിഷേധങ്ങളുടെ ഒരു കുത്തൊഴുക്കായിരിക്കും ഉണ്ടാവുക. രാവിലെ 9:30 MSFന്റെ പ്രതിഷേധം മലപ്പുറം ഹയർ സെക്കൻഡറി മേഖല ഉപഡയറക്ടറുടെ ഓഫീസിലേക്കായിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഫ്രട്ടേണിറ്റി വിദ്യാർത്ഥി സംഘടന കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ഉപരോധം സംഘടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും 11 മണിയോടെയായിരിക്കും SFIയുടെ കളക്ടറേറ്റ് മാർച്ച് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഈ ഒരു വിഷയത്തിൽ സജീവമായിട്ട് സമരരംഗത്ത് തുടരുന്ന ഒരു കാഴ്ചയാണ് മലപ്പുറത്ത് കാണാൻ കഴിയുന്നത്. മലപ്പുറത്ത് വിദ്യാഭ്യാസ മന്ത്രിയുടെ കണക്ക് പ്രകാരം സീറ്റിന് ക്ഷാമമില്ലെങ്കിൽ പോലും മെറിറ്റ് സീറ്റിൽ ഇനി വളരെ ഏകദേശം 32,000-ഓളം കുട്ടികൾ ഇനിയും അഡ്മിഷൻ ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് ഈ വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത്. എല്ലാ സീറ്റുകളും അൺഎയ്ഡഡും എയ്ഡഡും അതേപോലെ മറ്റ് ഇതര സീറ്റുകളെല്ലാം പരിഗണിച്ചാലും ഏകദേശം ഒരു 16,000-ഓളം കുട്ടികൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന് വിലയിരുത്തൽ SFIക്കുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് SFI കൂടി സമരരംഗത്തേക്ക് വരുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാണെങ്കിൽ നാളെ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചിരിക്കുന്ന യോഗം പ്രധാനപ്പെട്ടതാണ്. ഈ തരത്തിൽ പ്രതിഷേധങ്ങൾ തുടരുമ്പോൾ ഈ പ്രതിഷേധങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഒരു അനുകൂല നിലപാട് സർക്കാർ സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്നാണെങ്കിലും SFI മാത്രമല്ല മലപ്പുറം ജില്ലയിൽ വരും ദിവസങ്ങളിലും ഇതര വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം അതിശക്തമായിട്ട് തന്നെ തുടരും എന്ന വ്യക്തമായ സൂചന തന്നെയാണ് സംഘടനകളെല്ലാം തന്നെ നൽകുന്നത്. അഭിലാഷ്, +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്താണ്. മലപ്പുറം അതായത് കഴിഞ്ഞ കുറേ കാലങ്ങളായി 10ാം ക്ലാസ്സിലെ പരീക്ഷാഫലം വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഉയർന്ന മാർക്ക് വാങ്ങുന്നത് മലപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഉയർന്ന മാർക്കുള്ളവർക്ക് നല്ല ബാച്ചുകളിൽ പ്രവേശനം ലഭിക്കേണ്ടതുണ്ട്. അതിന് ഉള്ള സീറ്റുകൾ ഇല്ല എന്നുള്ളതാണ് പ്രതിഷേധത്തിന് കാരണം. MSFും KSUവുമായിരുന്നു ഇതുവരെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയിരുന്നത്. ഇപ്പോഴിതാ SFIയും പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയാണ്. അത് പക്ഷേ കാപട്യമാണ് എന്നാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. ഇതുവരെയും SFI ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചിരുന്നില്ല. എന്തായാലും ഭരണാനുകൂല
വിദ്യാർത്ഥി സംഘടനയാണ് SFI. അതുകൊണ്ട് ഈ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്നത് പോലെയുള്ള ഒരു പ്രതിഷേധത്തിന് സാധ്യതയില്ല. വളരെ സമാധാനപരമായ തരത്തിലുള്ള പ്രതിഷേധം ആയിരിക്കണം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിന് നമുക്ക് 10:30 വരെ കാത്തിരിക്കാം. 10:30-ക്കാണ് പ്രതിഷേധം പറഞ്ഞിട്ടുള്ളത്. ഒപ്പം